എൻ്റെ പേര് ശിവകാമി. ഞാൻ കോഴിക്കോട് മേപ്പയൂര് പേരാമ്പ്ര ആ ഭാഗത്താണ്. ഞാൻ 6 വയസ്സിന് ചേർന്നാണ് 4 വർഷം. 4 വർഷം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇത് ഫിലിം സ്റ്റോറി മാൻ എന്ന വിഷയത്തിലേക്ക് മോൾക്ക് സ്വാഗതം. മോളെ, ഇപ്പോൾ കേരളക്കരയാകെ കത്തിയൊലിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ. ആദ്യം ആ സിനിമയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മോളുടെ പേരും സ്ഥലവും ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ശിവകാമി. ഞാൻ കോഴിക്കോട് മേപ്പയൂര് പേരാമ്പ്ര ആ ഭാഗത്താണ്. മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇനി 5-ലോട്ട്. ഇനി 5-ലോട്ട്. ഇപ്പോൾ നാളെ ക്ലാസ് തുറക്കാൻ പോകണം, ജൂൺ 1. അപ്പോൾ പഠനത്തിലുള്ള ആശംസകൾ ആദ്യമേ നേരുന്നു മോൾക്ക്. മോളെ, ഇത് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച്, ആ സിനിമ നമ്മുടെ റിലീസിൻ്റെ അന്ന് കേരളത്തിൽ കുറച്ച് സെൻറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ ഒരു സെൻറ്റർ 2 സെൻറ്ററൊക്കെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഷോസ് ഇപ്പം ഈ 1, 2, 3 ദിവസമായിട്ട് കേരളക്കര കംപ്ലീറ്റ് ഇപ്പോൾ ആ സിനിമ ഏറ്റെടുത്തേക്കുന്നത്. അപ്പോൾ ആ സിനിമയുടെ ഇങ്ങനെ ആളുകൾ, ജനങ്ങൾ, അത് നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുത്തപ്പോൾ മോൾക്കുണ്ടായ മോളുടെ ഇതൊന്ന് പറയാം. ഇതെൻ്റെ ഫസ്റ്റ് സിനിമയാണ്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഈ ഇതിൽ വർക്ക് ചെയ്ത എല്ലാ മെമ്പേഴ്സും ഭയങ്കര ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ട്. എല്ലാവരും ഹെൽപ്പൊക്കെ ചെയ്തു. അതിൻ്റെ വില എല്ലാം. മോള് കരാട്ട പഠിച്ച കുട്ടിയല്ലേ? അപ്പോൾ കരാട്ട മാസ്റ്ററിൻ്റെ പേരെന്താണ്? ശരത്ലാൽ. എവിടെയാണ് നിങ്ങളുടെ ക്ലാസ്? കോഴിക്കോട്. ഞങ്ങളുടെ ക്ലാസ് മേപ്പയൂര്. എത്ര നാളായി മോള് ഇതിൽ ഈ കരാട്ട ക്ലാസ്സിൽ ചേർന്നിട്ട്? ഞാൻ 6 വയസ്സിന് ചേർന്നാണ് 4 വർഷം. 4 വർഷം. അപ്പോൾ മോളെ, ഇപ്പോൾ ഈ സിനിമയിൽ മോള് എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെട്ടത്? എങ്ങനെയാണ് അത്? ഞങ്ങളുടെ ക്ലബിൽ നിന്ന് സെൻസൈ ഈ ക്ലബിൻ്റെ പേജിൽ മാസ്റ്റർ ക്ലബിൻ്റെ പേജിൽ ഇത് ഇൻസ്റ്റയിൽ റീലിട്ടിരുന്നത് മോള്. അപ്പോൾ അത് അവർ കണ്ടിട്ട്, ഡയറക്ടർ കണ്ടിട്ട് മോളെ നേരിട്ട് വിളിച്ചു. ഈ ഷൂട്ടിങ് എത്ര നാളുണ്ടായിരുന്നു? മോളുടെ ഈ സീൻസൊക്കെ എടുക്കാനായിട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ? കുറച്ചുണ്ടായിരുന്നു, മാസം. ഇടക്കിടക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങൾ പോയി. ആയാലും പൂർത്തീകരിച്ച് ഇതിൽ അച്ഛനായിട്ട് അഭിനയിച്ച അർജുൻ എന്ന് പറഞ്ഞ നടൻ നമ്മുടെ കേരളക്കരയിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അദ്ദേഹം വന്നത് 1991 ജെന്റിൽമാൻ എന്ന ചിത്രത്തിലൂടെ വന്ന് പ്രേക്ഷക മനസ്സ് കീഴടക്കിയാണ്. പിന്നീട് ഒരുപാട് ഇപ്പോൾ മലയാള സിനിമയിൽ അഭിനയിച്ച ഒരുപാട് തമിഴ് സിനിമയൊക്കെ വന്ന്. ഇപ്പോൾ മുതൽവം വന്ന് അദ്ദേഹത്തിൻ്റെ ആ റോളെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ മിനിസ്റ്ററാണ്. അതേപോലെ ഇപ്പോൾ വിജയ് മിനിസ്റ്ററായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു മോളോട് ഇതിൽ കുറേ ഉപദേശങ്ങൾ തന്ന, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ഈ സിനിമയിൽ എങ്ങനെ അഭിനയിക്കണമെന്ന്? വളരെ സ്വീറ്റായിരുന്നു. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഉണ്ടല്ലോ, സുഭാഷ് എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹം വളരെ യങ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഇതെങ്ങനെയായിരുന്നു? ഡയറക്ടറിൻ്റെ ഇതിന് സപ്പോർട്ടിങ് എങ്ങനെയായിരുന്നു? നല്ല സപ്പോർട്ടിങ്. പിന്നെ ഇതിൽ അമ്മയായിട്ട് അഭിനയിച്ച അഭിരാമി നമ്മുടെ മുൻ മലയാള ചിത്രത്തിലെ നായികയായിരുന്നു. ഒരുപാട് ഹിറ്റ് സിനിമയിലെ നായികയായിരുന്നു അഭിരാമി. അമ്മയായിട്ട് അഭിനയിച്ച അഭിരാമി മാഡത്തിൻ്റെ ഇതെങ്ങനെയായിരുന്നു? സപ്പോർട്ടിങ്? നല്ല സപ്പോർട്ടിങ്. അപ്പോൾ നല്ലൊരു വിജയമായാൽ നിങ്ങളുടെ അയൽവക്കക്കാർക്കും കൂട്ടുകാർക്കൊക്കെ എന്താണ് പറഞ്ഞത് ഈ പടം കണ്ടിട്ട്? അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ മോൾക്ക് ഇനിയും അവസരങ്ങൾ വരട്ടെ. ഇപ്പോൾ തമിഴിൽ മോളുടെ ആദ്യത്തെ ചിത്രം, ഇനി നമ്മുടെ മലയാളത്തിലെ ഡയറക്ടർമാർ കണ്ടിട്ട് മോൾക്ക് ഇതേപോലെയുള്ള കഥാപാത്രവും കിട്ടട്ടെ, മറ്റ് കഥാപാത്രങ്ങളും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മോളുടെ അച്ഛനും അമ്മയും ഒന്ന് പറയാമോ? ഫാമിലി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ആരൊക്കെ ഉണ്ടെന്നൊക്കെ? പിന്നെ വീട്ടില് അച്ഛനും അമ്മയും. അപ്പോൾ ഒരു മോളാണ്. ഓ, അത് ശരി. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ടീച്ചറാണ്. ടീച്ചറാണ്. എവിടെ? ഏത് സ്കൂളിൽ? മലപ്പുറം ദേവദ. എത്ര പഠിപ്പിക്കണേ? എത്രാം ക്ലാസ്സിലാണ്? 6, 7. അപ്പോൾ അച്ഛൻ മലപ്പുറത്ത് അധ്യാപകനാണ്. അമ്മക്ക് ജോലിയുണ്ട്? ഇല്ല. എന്തായാലും മോൾക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ.
കാരണം കരാട്ടയിൽ ഇപ്പോൾ ഏതാ ബെൽറ്റ് അത് ചോദിക്കാൻ വിട്ടു. ഇപ്പോൾ ബ്രൗൺ തേർഡ്. ബ്രൗൺ തേർഡ്. അപ്പോൾ ഇനി ഒരുപാടുണ്ട് കിടക്കണം. ഇനി ബ്ലാക്ക് ബെൽറ്റ്, പിന്നെ ബ്രൗൺ, ഒരുപാടുണ്ടല്ലോ ബെൽറ്റുകൾ. അപ്പോൾ അതൊക്കെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ മാസ്റ്ററിൻ്റെ ഒരു സപ്പോർട്ടും ഉണ്ട് ഇതിൽ. വെരി ഗുഡ്. അപ്പോൾ മാസ്റ്ററിനും കൂടാതെ മോളുടെ അച്ഛനും അമ്മക്കൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം മോളെ ഇങ്ങനെ അവരുടെ ഇതിലാണല്ലോ ഇപ്പോൾ കൊണ്ടുപോയി ഇങ്ങനെ സിനിമയിൽ ജോയിൻ ചെയ്തത്. എന്തായാലും നമ്മുടെ അർജുൻ എന്ന നടൻ ഗംഭീരമായിട്ട് മോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അഭിരാമി മാഡം മോളെ ഇതിൽ ചെയ്തേക്കുന്നത് അർജുൻ എന്ന നായകൻ്റെ മകളായിട്ടാണ്. അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് പ്രീതി, നമ്മുടെ സർവമായ, പിന്നെ മേനേപ്പി ആർക്കിയ ഇതിലൊക്കെ വന്ന നായികയാണ്. അപ്പോൾ മോളുടെ അടുത്ത് പറഞ്ഞിരുന്ന മോള് വലുതായി വരുമ്പോൾ നായിക വന്നത് ഇന്ന ആളാണെന്നെല്ലാം പറഞ്ഞിരുന്നു, സൂചന തന്നിരുന്നു, പറഞ്ഞിരുന്നു. അപ്പോൾ കാരണം നിങ്ങൾ ആ നായികയുടെ ചെറുപ്പകാലം ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ അതിലാസ് ഫിലിമിൽ കാണിക്കുന്നുണ്ടല്ലോ ഓരോ സീക്വൻസ്. അപ്പോൾ അത് കാണിക്കുമ്പോൾ നമ്മൾക്കും അതിൽ പ്രേക്ഷകർ അതിലോട്ട് ലയിച്ച് അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും നമ്മുടെ അർജുൻ എന്ന നായകൻ തമിഴിലെ ഒരുപാട് വർഷങ്ങളെ അദ്ദേഹം സിനിമയിൽ വന്നിട്ട്. അപ്പോൾ അദ്ദേഹത്തിനും ഇതൊരു പ്രേക്ഷകർക്ക് നല്ലൊരു അഭിനയമാണ് കാഴ്ചവെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ പ്രോത്സാഹനം കൊണ്ടും മോള് നല്ല ഒരു വേഷം ചെയ്ത് ഇപ്പോൾ കേരളക്കര നിറഞ്ഞു. ഇപ്പോൾ നമ്മൾ ബുക്ക് മൈ ഷോ നോക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫുള്ളാണ്. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു ഷോ കളിച്ച തിയേറ്ററൊക്കെ ഫുള്ളാണ്. അപ്പോൾ എല്ലാം അതേപോലെ ഇങ്ങനെ ഓടട്ടെ. മോൾക്ക് ഇനിയും വിവരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. സ്റ്റാർട്ട്. All right, ladies and gentlemen. Woo! നല്ലൊരു ക്ലാപ്പ് വരട്ടെ. ആരാണ് പറഞ്ഞത്? ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പം എല്ലാവരെയും ഫോറം മോളിൽ കാണാം. താങ്ക് യു.